ഞാനിവിടെ 73 മാർച്ചിൽ BA ഇംഗ്ലീഷ് കഴിഞ്ഞ് പോയതാണ്. അതായത് കോളേജിലെ രണ്ടാമത്തെ ഇംഗ്ലീഷ് ബാച്ച്. 69 ആദ്യത്തെ ബാച്ച് ഇംഗ്ലീഷ് തുടങ്ങുന്നത് ഇവിടെ. അതുവരെ BA ഹിസ്റ്ററി മാത്രമേ ഉള്ളായിരുന്നു. പ്രീ ഡിഗ്രി പാസ്സായപ്പോൾ BA ഇംഗ്ലീഷ് തുടങ്ങി. അന്ന് ഭാഗ്യത്തിന് അന്ന് TV ബാലമാഷുണ്ടായിരുന്നു ഇവിടെ. ഞങ്ങളുടെയൊക്കെ ഒരു പ്രത്യേക ഗുരുനാഥനാണ് അദ്ദേഹം. ഞങ്ങളെയൊക്കെ പ്രത്യേകിച്ച് മോൾഡ് ചെയ്ത് കൊണ്ടുവന്നത് TV ബാലമാഷായിരുന്നു. പ്രീ ഡിഗ്രിക്ക് കഴിഞ്ഞ കുട്ടികൾ BA ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ കുറച്ച് താല്പര്യമുള്ള കുട്ടികൾ വേണം. അല്ലെങ്കിൽ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ഇംഗ്ലീഷ് മീൻ എടുപ്പിച്ചതാണ്. ഇംഗ്ലീഷിൽ വലിയ താല്പര്യമില്ല. മലയാളം മീഡിയത്തിൽ അങ്ങ് കുറ്റിയാടിയും കിഴക്കൻ സൈഡിൽ നിന്ന് മലയാളം മീഡിയത്തിൽ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാളിന് ഇംഗ്ലീഷിൽ വലിയ പിടുത്തമൊന്നും അന്ന് ഉണ്ടാവില്ല. 2 കൊല്ലത്തെ കോളേജിലെ പഠിപ്പ് കൊണ്ട് മാത്രം മാഷ് നമ്മളെ അസസ് ചെയ്തതാണ്. അങ്ങനെയാണ് ഇംഗ്ലീഷ് എടുക്കാൻ സാധിച്ചത്. പക്ഷേ പിന്നീട് നല്ല മാർക്കോടെ തന്നെ പാസ്സായി. ക്ലാസ്സിൽ ഫസ്റ്റ് മാർക്കോടെ പാസ്സാകാൻ പറ്റി. ഇംഗ്ലീഷ് നല്ല മാർക്ക് സെക്കൻഡ് ക്ലാസ്. അന്ന് സെക്കൻഡ് ക്ലാസ്സിൽ വലിയ സംഭവം. ഒരു 55% മാർക്ക് ഇംഗ്ലീഷ് കിട്ടിയാൽ 4 ആൾ ശ്രദ്ധിക്കും. അങ്ങനെ ബാലമാഷർ ശ്രമം കൊണ്ട് മാത്രമാണ് നമ്മൾ കോളേജിൽ ആ ഒരു നിലയിൽ ജയിച്ചു പോയത്. പിന്നീട് എപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഞാനിവിടെ ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ജോലി കിട്ടാൻ വേണ്ടി തന്നെ നമ്മളൊക്കെ ചെയ്യുന്നത്. ഇവിടെ പഠിക്കുമ്പോൾ തന്നെ കോളേജ് ഓഫീസിൽ ക്ലാർക്കുമാരൊക്കെ ഞാൻ ഇങ്ങനെ നോക്കും. ഒരു വേണുമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഫീസ് അടക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചു, എങ്ങനെയാണ് ഈ ക്ലാർക്കുമാരെ തിരഞ്ഞെടുക്കുന്നത്? നമുക്കറിയണമല്ലോ, നമുക്ക് ഈ പണി കിട്ടാനുള്ള യോഗ്യത ഉണ്ടോ? അപ്പം വേണോട്ടുമ്പോൾ ഇങ്ങളെ നീ പണിക്കൊന്നും പോകണ്ടപ്പോൾ ഇത് 10ാം ക്ലാസ് പാസ്സായവർക്കുള്ളതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ 10ാം ക്ലാസ്സും പാസ്സായി 18 വയസ്സുമായല്ലോ. അപ്പോൾ വേണോട്ടും പറഞ്ഞു, നീ ഇതിനൊന്നും പോകണ്ടപ്പോൾ എനിക്ക് MA അഡ്മിഷൻ കിട്ടും. അത് കിട്ടും, പക്ഷേ MA പഠിക്കാനുള്ള സ്ഥിതിയില്ല. MA പറഞ്ഞാൽ അഡ്മിഷനൊക്കെ കിട്ടി. പക്ഷെ അതിന് മുമ്പ് BA സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ തന്നെ അപ്ലിക്കേഷൻ കൊടുത്തു. ഫൈനൽ ഇയർ ആകുമ്പോൾ റാങ്ക് ലിസ്റ്റും വന്നു. പരീക്ഷയ്ക്ക് മുമ്പേ റാങ്ക് ലിസ്റ്റ് വന്നു. BA കഴിഞ്ഞപ്പോൾ നേരെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി. അത് PWDയിലായിരുന്നു. കുറ്റ്യാടി ഇറിഗേഷൻ പ്രോജക്റ്റ് പുതുപ്പണത്ത്. അവിടെ ജോലിക്ക് കയറി. ജോലിക്ക് കയറുമ്പോൾ ഇടയ്ക്കൊക്കെ ഇവിടെ മടപ്പള്ളി വരും, കോളേജിൽ വരും. NGO എന്നുള്ള രീതിയിൽ NGO സംഘടനയുടെ പ്രവർത്തനമൊക്കെ ആയിട്ട് വരും. ബാൽമാഷലും കാണും. ഇവരെല്ലാം നമ്മൾ ചീത്ത പറയും, LD ക്ലാർക്കിൻ്റെ പണിക്ക് പോയതുകൊണ്ട്. അതിന് ടോപ്പ് മാർക്കും കിട്ടി. PGക്ക് പോയില്ലല്ലോ. ഇന്നത്തെ പോലും ഒന്നല്ല. അന്ന് PGക്ക് പോകാനുള്ള സ്ഥിതി വലിയ ബുദ്ധിമുട്ടാണ്. ബ്രണ്ണനിലേക്ക് പോകണമെങ്കിൽ ഇവിടെ മടപ്പള്ളി കോളേജിൽ വരാനൊക്കെ ബസ്സിന് 10 പൈസ മതി. അയ്യൂരിന്. പക്ഷേ തലശ്ശേരി പോയി ബ്രണ്ണനിൽ പോകാമെന്ന് പറഞ്ഞാൽ അത് സാമ്പത്തിക വിഷമം. പിന്നെ ജോലി കിട്ടിയല്ലോ, ഏറ്റവും വലിയ സ്വപ്നമല്ലേ. അങ്ങനെ 90 190 സ്കെയിലിൽ LD ക്ലാർക്കായിട്ട് ആരംഭിച്ചത്. പിന്നെ ഒരു 5 വർഷം അവിടെ കഴിഞ്ഞപ്പോഴാണ് ഗ്രാജുവേഷൻ കിട്ടിയല്ലോ ഇവിടെ. അങ്ങനെ KCBയിലേക്ക് ഒരു ആപ്ലിക്കേഷൻ വെറുതെ കൊടുത്തു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതുപ്പണം സ്കൂളാണ്, അതിൻ്റെ അടുത്തുള്ള സ്കൂളിലായിരുന്നു പരീക്ഷ. അവിടെ പോയി എഴുതി. അങ്ങനെ KCBയിൽ കിട്ടി. അപ്പോൾ ഇവിടെ തന്നെ KTV സാറിൽ തന്നെ പോസ്റ്റിങ്ങും കിട്ടി. KTV സാറിലുള്ളവർക്ക് എന്നെ ഇപ്പോൾ എന്തെങ്കിലും എന്നെ കണ്ടപ്പോൾ നിങ്ങൾ ഞാൻ എവിടെയോ കണ്ടില്ലല്ലോ. ഞാൻ പഠിച്ചപ്പോൾ ഇല്ല, പക്ഷേ ഞാൻ KTV സാറിൽ കളക്ഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ട് അങ്ങനെ അവിടെ കിട്ടി. പിന്നെയുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു 78 മുതൽ 83 5 വർഷം PWDയിൽ വർക്ക് ചെയ്തു. പിന്നെ ഒരു 5 വർഷം KCBയിൽ ഇവിടെ വർക്ക് ചെയ്തു. 83 ആയപ്പോൾ ഒരു വിഖ്യാതമായ സമരം ഉണ്ടായിരുന്നു. ബാലകൃഷ്ണപിള്ള മന്ത്രിയായപ്പോൾ എല്ലാ ട്രേഡ് യൂണിയനും കൂടി ഒരു സമരം. അതിൽ പങ്കെടുത്തവരെ ആരെയും അതേ പോസ്റ്റിലിരുത്താതെ തെലങ്കും പലങ്കും അടിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ കോട്ടയം പാല അങ്ങോട്ടേക്ക് പോയി. എല്ലാവരെയും ട്രാൻസ്ഫർ ചെയ്യായിരുന്നു. പണി മുടക്കി എല്ലാവരെയും ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളൊരു രീതിയിൽ ബാലകൃഷ്ണപിള്ള ചെയ്തതാണ്. അങ്ങനെ അതൊരു കോട്ടയത്ത് ചെന്നപ്പോൾ നമ്മൾ സകുടുംബം അങ്ങോട്ട് പോയി. പിന്നെ അവിടുന്ന് തിരിച്ച് ആ മന്ത്രിസഭ പോയി കഴിഞ്ഞപ്പം കുറേ ട്രാൻസ്ഫർ ഇങ്ങോട്ടൊക്കെ വന്നു. അപ്പോൾ ഞാൻ കാസർഗോഡ്, അന്ന് കണ്ണൂർ സർക്കിളിലേക്കാണ് പോസ്റ്റ് ചെയ്യുക. കണ്ണൂർ സർക്കിളിൻ്റെ കീഴിൽ കോഴിക്കോടും ആവാം, കണ്ണൂരും ആവാം, കാസർഗോഡും ആവാം. ഇപ്പോൾ കാസർഗോഡേക്ക് കിട്ടും. കാസർഗോഡെങ്കിൽ കാസർഗോഡ്, എവിടെ പോയാലും കുഴപ്പമില്ലല്ലോ. അതുകൊണ്ടങ്ങനെ അവിടെ ചെന്നു. ഇപ്പം കാസർഗോഡാണ് കുറച്ച് കാലമായിട്ടുള്ളത്. മീറ്റിങ്ങിന് വേണ്ടി മാത്രം ഇന്നലെ വന്നതാണ്. അവിടെ രണ്ടാമത്തെ മകനൊക്കെ അവിടെയാണ് ഉള്ളത്, ഫാമിലിയോടെ. ഒരു മൂത്ത മകൻ ഇവിടെയുണ്ട്, മൊകേരി കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഇപ്പോൾ അസോസിയേറ്റ് പ്രൊഫസറാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ. മൂത്ത മകൻ മൊകേരി ഗവൺമെൻറ് കോളേജിൽ മിസ്റ്റർ അരുൺലാൽ. പിന്നെ രണ്ടാമത്തെ ആൾ പിന്നെ LD ക്ലാർക്കായിട്ട് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഇപ്പോൾ അവിടെ എത്തി കാസർഗോഡല്ല. ഞാൻ അവൻ്റെ കൂടെ കാസർഗോഡല്ല, അവൻ്റെ കൊച്ചിനെ നോക്കാനൊക്കെ ആയിട്ട് അവർ ഓഫീസിൽ പോകുമ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വേറെ സ്വന്തമായ പറയാനൊന്നുമില്ല. കാരണം കൂടുതൽ സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റാത്ത ഞാനിവിടെ സ്ഥലത്തേ ഇല്ല, കാസർഗോഡാണ്. നമ്മൾ ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി